ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ കുറേ ദിവസമായി കുറേ ആളുകളുടെ മെസ്സേജ് വന്നു കേട്ടോ. മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പലരും ചിന്തിക്കും വാട്സാപ്പിലാണ് മെസ്സേജ് വന്നത്. അല്ല കേട്ടോ, മെയിൽ ഐ ഡിയിലാണ് വന്നത്, മെയിലിലാണ് വന്നത്. പിന്നെ കമൻറ്റ് ബോക്സിലുണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തത്. ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഒരു എന്നോട് ചോദിച്ചു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തതെന്ന്. പിന്നെ എപ്പോഴെങ്കിലും വല്ല വീഡിയോസ് ഇടുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീഡിയോ വന്നല്ലോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചിരുന്നത് കാർട്ടൂണൊക്കെ ഇടുന്നൊരു പെണ്ണാണ്. അവരെന്നോട് ചോദിച്ചു എന്താണ് ഇത്താപ്പ വീഡിയോ ഇടാത്തതെന്ന് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെ വീഡിയോസ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്ന്, നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്ന് മനസ്സിലായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഫോണ് ഞാൻ ഒരു സൈഡിൽ വെച്ചതാണ് കേട്ടോ. ചെടിച്ചട്ടിമേലൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. കാരണം കയ്യിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ട്രൈപോഡൊക്കെ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിൽ ഓൾറെഡിയൊക്കെ കയറ്റി വെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ കുറച്ച് മുന്നേ ഉള്ള ഇങ്ങോട്ട് താമസം മാറിയത്. അപ്പോൾ അന്നൊക്കെ വീട് ക്ലീനിങ് മറ്റത് സാധനങ്ങൾ ഒതുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ നോമ്പായപ്പോൾ പിന്നെ നോമ്പിൻ്റെ എന്താ പറയുക, ആ സമയത്തും വീഡിയോ ഒന്നും കാര്യപ്പെട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പെരുന്നാളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷേ പെരുന്നാളിന് മുമ്പ് നോമ്പ് സമയത്തിൻ്റെ വല്യമ്മ മരിച്ചു, ഉമ്മാൻ്റെ അമ്മ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ കുറേ കാലത്തിന് ശേഷം എല്ലാവരും എന്താ വീഡിയോ ഇടാത്ത എന്നിങ്ങനെ മെയിലാണെങ്കിലും അതുപോലെ കമൻറ്റിലാണെങ്കിലും ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ അപ്പം തന്നെ കൊടുക്കാറുണ്ട് പലർക്കും. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇടാം അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് വീഡിയോ ഇടാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. പിന്നെ പലരും നമ്മളെ സ്നേഹിക്കുന്നവരാണോ അല്ലാത്ത എന്താണെന്നറിയില്ല, പലരും കമൻറ്റ് ഇങ്ങനെയും വരുന്നുണ്ട്, എന്തിനാ വീഡിയോ ഇടുന്നത്, അതൊക്കെ ഹറാമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവരൊരു പക്ഷേ എന്നെ സ്വർഗത്തിൽ ആക്കാൻ നിർബന്ധമുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഹറാമായതൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഹറാമായിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇങ്ങനെ മുഖം കാണിച്ചിട്ടുള്ളത് ചെയ്തു എന്ന് തന്നെയുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫേമസ് ആകാനോ അല്ലെങ്കിൽ 4 ആളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും വീഡിയോ ചെയ്യുന്നതല്ല, സാമ്പത്തിക പ്രശ്നം കൊണ്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് ഇടണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇതിൽ പറയേ അല്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കാനോ ചാടി കളിക്കാനോ ഒന്നും ഞാൻ പോണില്ല. ഞാൻ മാന്യമായിട്ടിരുന്നിട്ടുള്ള വീഡിയോസാണ് ചെയ്യണത്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പിന്നെ വേറെന്താ പറയുന്നത്, ലാമയെ എന്ത് ചെയ്യണേ? പിന്നെ പല ആളുകളും ചോദിക്കുന്നത് ഫാമിലി സമ്മതിക്കായിട്ടാണോ, ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ? അതൊന്നും അല്ല കേട്ടോ. അൽഹംദുലില്ലാഹ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ആരും നമുക്ക് എതിരുമല്ല, വീഡിയോ ഇടുന്നതിലും അവർക്ക് ആർക്കും പ്രശ്നങ്ങളുമില്ല. നമ്മൾ മോശപ്പെട്ടൊന്നും ചെയ്യരുത് എന്നുള്ളൊരു രീതി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചില ലേഡീസിനൊക്കെ തോന്നുന്നുണ്ടാവും ഞങ്ങളൊന്നിപ്പോൾ യൂട്യൂബിൽ ചാനൽ ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, അങ്ങനെ തോന്നുന്നവരുണ്ടാവും. പക്ഷേ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. എല്ലാം കൊണ്ട് സുഖമായിട്ട് സമാധാനത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനത്തിൻ്റെ ആവശ്യം വരുന്നുണ്ടാവില്ല. യൂട്യൂബിൽ നിന്ന് വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികളും ഉണ്ടാവും, ആഗ്രഹിക്കാത്ത വ്യക്തികളും ഉണ്ടാവും. പിന്നെ ഇതിനെക്കുറിച്ച് ഹറാമാണോ ഹറാമല്ലേ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാനൊരു ബോലിയാരോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാരണങ്ങളിപ്പോൾ ഈ 1.5 മാസമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്ത ഒന്ന് വീട് താമസം മാറൽ, നോമ്പ്, അതിൻ്റെ ഇടയിൽ വല്യമാൻ്റെ മരണം എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റണില്ല. പിന്നെ ഇപ്പോൾ ഇപ്പോഴും സുഖമല്ല, സൗണ്ടൊക്കെ എന്നെ ആദ്യം അറിയുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും, സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. നോക്കും എനിക്കും എല്ലാവർക്കും ജലദോഷവും പനിയും ഛർദി ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഇന്നൊരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ആ പെൺകുട്ടി കൂടി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും എന്താ വീഡിയോ ഇടാത്ത എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. പിന്നെ അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ മനഃപൂർവ്വം വീഡിയോ ഇടാഞ്ഞിട്ടാണോ എന്ന് വെച്ചാൽ എൻ്റെ അലസത കാരണമാണ് വീഡിയോ ഇടാത്തത്, അല്ലാതെ ആരും തടസ്സം നിന്നിട്ടൊന്നുമല്ല. പിന്നെ ഹറാമായതും കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അന്യ ആണുങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ അവരോട് ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോശപ്പെട്ട മറ്റുള്ളവരോട് പരദോഷണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്തെ കഥകൾ അങ്ങനത്തെ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് നേരെ വാ എന്നുള്ളതുള്ളൂ. ആകെ ഞാൻ ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യമാണ് ഞാൻ ചെയ്യണത്, ഈ ചാനൽ മുഖം കാണിച്ചൊരു വീഡിയോ ഇടാം. അല്ലാത്തൊക്കെ ഇനിയിപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെ പല തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു അത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്ത് തരട്ടെ. ഇനി അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ദുനിയാവിൽ ചെയ്യാൻ വിധി ഇല്ലാതിരിക്കട്ടെ എന്നും കൂടി ആഗ്രഹമുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഫേസ് കാണിക്കുന്നത് ഒരു പക്ഷേ തെറ്റായിരിക്കാം. പിന്നെ ഫേസ് കാണിച്ചാൽ വീഡിയോ ഇടുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. കാരണം വെച്ചാൽ പക്ഷേ നമ്മൾ എല്ലാവരും ഈ ഫേസ് കാണിക്കാതെ വീട്ടിലിരിക്കുന്നവർ ഫുള്ള് പെർഫെക്റ്റ് ആണോ എന്ന് അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ അവർ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർ ഒരു തെറ്റും ചെയ്യാതിരിക്കുന്നവരാണോ അതും എനിക്കറിയില്ല കേട്ടോ.
അങ്ങനെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് കുറയ്ക്കുകയും പറഞ്ഞേക്കിട്ട് നടക്കുന്ന അങ്ങനെയും നല്ല സ്ത്രീകളും ഉണ്ട് കേട്ടോ, ഇത് തെറ്റ് ചെയ്യാത്തവരുണ്ട് കേട്ടോ. പക്ഷേ യൂട്യൂബ് ചാനൽ മാത്രം തെറ്റാണ്, ബാക്കിയെല്ലാം നമ്മൾ ശരിയാണെന്ന് പറയാനും ഞാൻ ആളല്ല. പിന്നെ ഞാൻ സ്വർഗത്ത് കിടക്കണം, സ്വർഗത്ത് പോകണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാവുണ്ട്. ഞാൻ 100% പറഞ്ഞത് സാമ്പത്തികം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്നെ എൻ്റെ ചാനൽ താല്പര്യമുള്ളവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതെനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ഇടാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് വീഡിയോ ഇടാൻ താന്നത് കാരണം ആരോ ഒരു പിന്നിൽ എനിക്ക് തന്നെ അറിയാം, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യൂല. അതായത് അവരൊക്കെ കീഴിലിങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് ആരായാലും. അപ്പോൾ നമ്മളെങ്ങനെ പൊങ്ങിപ്പോകുമോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറച്ച് വ്യക്തികൾ, അവരാണ് നമ്മളെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ എന്നല്ല, എന്തെങ്കിലും ഒരു പരിപാടിക്ക് എന്തെങ്കിലും നമ്മൾ 10 രൂപ കിട്ടുന്ന എന്തെങ്കിലും ഹലാലായ വഴിക്ക് നല്ലൊരു ജോലി എന്തെങ്കിലും നോക്കുക, അതിനും തടസ്സം നിൽക്കുന്ന വ്യക്തികളായിരിക്കും കൂടുതലുണ്ടാവുക. കാരണം നന്നായി പോകുന്നുള്ള പേടിയാണ് സംഭവം. ഒരിക്കലും മറ്റുള്ളവരെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണമെന്നോ അതിനെങ്കിൽ 4 ആൾ അറിയപ്പെടണമെന്നോ അങ്ങനെയൊന്നും ഒരിക്കലും ആഗ്രഹിക്കണില്ല, അതൊന്നും താല്പര്യമല്ല. നമുക്ക് നമ്മുടെ മക്കളെയും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി സാമ്പത്തികമായിട്ട് പ്രയാസം നന്നായി ഉള്ളതുകൊണ്ട് ഒരു ചാനൽ തുടങ്ങി. അത് അൽഹംദുലില്ലാ 27 ദിവസം കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആയി. കാരണം 4000 മണിക്കൂറും പിന്നെ സബ്സ്ക്രൈബ്സ് 22,000 സബ്സ്ക്രൈബ്സൊക്കെ ആയി, പെട്ടെന്നായിപ്പോയി. പിന്നീട് ഞാൻ അതായി മോണിറ്റൈസേഷൻ ആയതോടുകൂടി പിന്നെ ഞാൻ ഡൗൺ ആയി. അതാണ് സംഭവം. കാരണം പലരും ഒരു ഭാഗത്തുനിന്ന് നീ ചെയ്തോ, ഒരു കുഴപ്പമില്ല, നീ ചെയ്തോ, നിനക്കാരും എൻ്റെ കുട്ടികൾക്ക് നിനക്ക് ആരെങ്കിലും കൊണ്ടുതരാണ്ടോ, നീ ചെയ്തോ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്, വല്ല കാര്യമുണ്ടോ, കിട്ടുന്നത് നിന്ന് മിണ്ടാതിരുന്നൂടെ, ഇങ്ങനെ പറഞ്ഞ് തളർത്തുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ വിഷയം കിട്ടിയാൽ സന്തോഷിക്കുകയും ചെയ്യും, ഒരു ചെറിയ വിഷയം കിട്ടിയാൽ സങ്കടപ്പെടുകയും ചെയ്യുന്നൊരു പ്രകൃതമാണല്ലോ. ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് തന്നെ അറിയാം, കാരണം നമുക്കാരും കൊണ്ടുതരാനോ അല്ലെങ്കിൽ നമ്മളാരും സഹായിക്കാനൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് വേറെ എന്തെങ്കിലും പഠിപ്പിക്കണേ, അതിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത് അത് എൻ്റെ ഇഷ്ടമല്ലേ. അപ്പോൾ അത് മറ്റുള്ളവരെ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് പറയണമെന്നോ അല്ലെങ്കിൽ ആരുടെയും കുടുംബത്തെ കഥകൾ എടുത്തിട്ട് പറഞ്ഞിട്ട് നമ്മൾ പബ്ലിസിറ്റി നേടി നമ്മൾ അതിൽ നിന്ന് ഒരു വരുമാനം അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മാന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് പറഞ്ഞു ചെയ്തു കാണിച്ചു, അതൊക്കെ എനിക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ഒരു വീഡിയോസ് ചെയ്യാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിൽ എനിക്കൊരു പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ, നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് അൽഹംദുലില്ലാ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ അള്ളാഹിൻ്റെ ഹൈർ തന്നെയാണ്. കാരണം ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല. കാരണം ഞാൻ ആരെയും ദ്രോഹിക്കുന്ന, ആരെയും കുടുംബത്തിൽ, ആരെയും ചാനലിലത്തെ കഥകൾ എടുത്തിട്ടൊന്നും ഞാൻ നെഗറ്റീവായിട്ട് അവരെ വിഷമിക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഞാനതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഓരോ ആളുകളുടെ കഥകൾ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടായതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ നമ്മുടെ ചാനലിൽ ഓരോരുത്തർ വ്യക്തികളെടുത്തിട്ട് അങ്ങനെ കുറേ ആളുകൾ ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒരു ഫേമസ് ആയ ചാനലിനെ എടുത്തിട്ട് കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് അടി ഉണ്ടാക്കി അങ്ങനെ റീച്ച് കൊടുക്കും. അതൊക്കെയാണ് ശരിക്ക് ഹറാമായ വരുമാനം. പക്ഷെ നല്ലത് പറഞ്ഞു കൊടുത്തത്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഹറാമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് മുഖം കാണിച്ച് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എൻ്റെ ഗതികേട് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ആരെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് എന്തുകൊണ്ടോ എനിക്കത് പറ്റുന്നില്ല. ആരെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്ന പോലെ, ആരെങ്കിലും ഡിസ്റ്റർബായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ചെറിയ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ വിഷമിക്കുന്ന ആളാണ് ഞാൻ. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉപദേശിച്ചിനെ നന്നാക്കാനോ അതല്ലെങ്കിൽ നീങ്ങാൻ നന്നായി പോവുക, അത് ശരി അങ്ങനെയാണ്. ഞാൻ പറയട്ടെ, എനിക്ക് വാട്സാപ്പിൽ എനിക്ക് വാട്സാപ്പിലുള്ളത് മസ്റൂറ ഫാത്തിമ, ആമിനാത്ത, അത് ഉപ്പും മുളകുള്ള ആമിനത്താത്ത, ഈ 2 പേരാണ് എനിക്ക് എൻ്റെ യൂട്യൂബ് ഇതിലുള്ളത്. അവർക്ക് തന്നെ അറിയാം. അവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ഇടുമായിരിക്കും. കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾ 2 പേരാണ് എനിക്ക് ചാറ്റ് എപ്പോഴെങ്കിലും വല്ലപ്പോൾ അമിതാത്ത എനിക്ക് നോമ്പിനെങ്ങാനും ചാറ്റ് ചെയ്താൽ പിന്നെ ആരുമില്ല. അപ്പോൾ ഇതിൽ വാട്സാപ്പ് ഉണ്ടായിരുന്നു. ആ വാട്സാപ്പ് ഞാൻ എൻ്റെ മോളെ മൊബൈലിലാണത്. കാരണം വെച്ചാൽ വിളിച്ചാൽ കിട്ടാത്ത നമ്പറും അങ്ങനെയൊക്കെ കൊടുത്തതായിരുന്നത്. ഇപ്പോൾ അവളെ ഫോണിലാണ് അവളെ യൂസ് ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറയാനും കാര്യങ്ങൾക്കൊക്കെ. അല്ലാതെ നമ്മൾ വാട്സാപ്പിൽ ആരോടും കോണ്ടാക്റ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. മെയിൽ അയച്ചിരുന്നു ചിലരൊക്കെ, ഇപ്പോൾ അതുമില്ല. അപ്പം ഇത് ഒന്നാമത് വീഡിയോസൊന്നും ഇടാത്ത കാരണം ഇപ്പോൾ ആരും ഒരു കോണ്ടാക്റ്റിങ്ങും ഇല്ല യൂട്യൂബായിട്ട് കേട്ടോ. പിന്നെ അന്ന് നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും 40K ഒക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് 1-2 ആൾക്കാർ ടൈലറിങ്ങിൻ്റെ അതുപോലെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഇത് തരാമെന്ന് പറഞ്ഞിരുന്നു. ഒരു പരസ്യം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു മോളെ വെച്ചിട്ട്. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനതിൽ നമ്പർ ഇട്ടിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വീഡിയോ ചെയ്യാതായി കണ്ട് ചാനലൊന്ന് ഇത് കുറഞ്ഞല്ലോ. അപ്പോൾ ഞാനത്
മാറ്റി വെച്ച് ആ നമ്പറിൽ പിന്നെ ഒഴിവാക്കിപ്പെടാറുണ്ട്. കുറച്ച് അതുകൊണ്ടൊരു ഉപകാരം ഇല്ല എന്ന് മനസ്സിലായി. കാരണം അന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്തതുമില്ല, പിന്നെ വ്യൂസും കുറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി കണ്ടിന്യൂ ആയിട്ട് ഇപ്പോഴും എനിക്ക് ഉപദേശങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏതാണ്ടിലൊക്കെ ആരൊക്കെ അയച്ചിട്ടുണ്ട്, എന്താണ് ഇത്ര വീഡിയോസ് ഇടാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വ്യൂസൊക്കെ കുറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഡെയിലി ഇട്ടുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾ മടി കാണിക്കരുത്. കുറേ നമ്മളെ ഉപദേശിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നമ്മളെ കൂടപ്പിറപ്പുകളെ പോലെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള കുറേ ലേഡീസും ഉണ്ട്, 2 or 3 ബോയ്സും ഉണ്ട്, പറയുന്നവരുണ്ട്. അത് നമ്മുടെ താഴെയുള്ളവരാണോ മുകളിലോ അതൊന്നും നമുക്കറിയാൻ കഴിയില്ല, കമൻറ്റിലല്ലേ വരുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഉപദേശിക്കുന്നത് ഇതാണ്, ഇട്ടുകൊണ്ടേ ഇരിക്കുക, നീ ആരെയും പേടിക്കണ്ട, തളർത്താൻ ഒരുപാട് ആളുണ്ടാവും, താങ്ങാനാണ് ആരും ഉണ്ടാവാതിരിക്കുക. അപ്പോൾ നീ നിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകാൻ നോക്ക്, മാന്യമായിട്ട് വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സഹോദരൻ പ്രത്യേകിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അതുപോലെ തന്നെ കുറേ ലേഡീസും എനിക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നിരുന്നു. നമ്മുടെ നജില എന്നോട് എപ്പോഴും പറയണത് ഒരു ദിവസം 2 വീഡിയോയെങ്കിലും ഇടാൻ പറ്റുമോ നോക്ക്, അല്ലെങ്കിൽ ഒന്നെങ്കിലും ഡെയിലി ഇടണം കേട്ടോ എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എന്നെക്കൊണ്ട് എന്തുകൊണ്ടോ നജില എനിക്ക് പറ്റണില്ല. കാരണം നമ്മളെ തളർത്താനും പിന്നിൽ നിന്ന് കുത്താനും കുറേ ആളുകളുണ്ട്. അപ്പോൾ അത് എനിക്ക് വിഷയമല്ല കേട്ടോ, അതിലും വലിയ കുത്തൽ കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ എൻ്റെ നന്മ ആഗ്രഹിക്കാത്ത എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആളുകളുണ്ട്. നമ്മൾ എന്തെങ്കിലും ആയി പോകുമോ, അതല്ലെങ്കിൽ എനിക്കറിയില്ല എന്താണ് അവരെ ഉദ്ദേശിച്ചിട്ടുള്ളത്, എനിക്കറിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും വീഡിയോ ഒക്കെ ഇടും. എൻ്റെ സൗകര്യം പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടും, പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അമ്മ മരിച്ചു, എന്നെ നോക്കി വളർത്തി, 2 വയസ്സ് മുതൽ നോക്കി വളർത്തി, കല്യാണം കഴിക്കണത് വരെ എന്നെ നോക്കി വളർത്തി ഉണ്ടാക്കി എൻ്റെ ഉമ്മയായിരുന്നു. അതിൻ്റെ ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട് എൻ്റെ വല്യമ്മ മരിച്ചതിൽ. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. പിന്നെ അങ്ങനെ അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ലാമിക്ക് പനിയാണ്, എനിക്കും ലാമിക്കൊക്കെ സൗണ്ടൊക്കെ മാറി പനിയൊക്കെയാണ്. അപ്പോൾ അവൾക്ക് ഉറങ്ങണം എന്നൊക്കെയാണ് പറയണത്. ഇപ്പോൾ സമയം 6:30 മണി. ഇനിയിപ്പോൾ ഉറക്കി കഴിഞ്ഞാൽ അവൾ മഗ്‌രിബിന് എണീക്കും, അപ്പോൾ നടക്കൂല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. നമ്മളെ സപ്പോർട്ട് ചെയ്യണ വ്യക്തികൾ ടാറ്റ. നമ്മളെ സപ്പോർട്ട് ചെയ്യണ വ്യക്തികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസ് കാണുക. ഇനി കാണാൻ നേരമല്ലെങ്കിൽ ഓണാക്കിയെങ്കിലും വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുടുംബങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും പറയാനോ ഒന്നും ഞാൻ തയ്യാറല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും. ടാറ്റാ. ഒരു കൊതു കടിച്ചോ? അപ്പോൾ ഞങ്ങൾ പിന്നെ വരാം. ബൈ.